നമസ്കാരം. ജീവിതത്തിൻ്റെ വളർച്ചയും തളർച്ചയും നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം നമ്മുടെ മനോഭാവമാണ്. സങ്ക് കോസ്റ്റ് ഫാലസി എന്ന് പറയുന്ന ഒരു മനോഭാവമുണ്ട്. നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി ഒരുപാട് സമയമോ പരിശ്രമമോ പണമോ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ അത് എത്ര നഷ്ടമാണെങ്കിൽ തന്നെയും പിന്നീടും അത് തുടർന്നു കൊണ്ടുപോകാനുള്ള നമ്മുടെ മനോഭാവത്തെയാണ് സങ്ക് കോസ്റ്റ് ഫാലസി എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, ഒരു സിനിമയ്ക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. പോകേണ്ട ദിവസം വന്നപ്പോൾ ഭയങ്കര ജലദോഷം. എന്നാൽ ടിക്കറ്റിന് പണം മുടക്കിയല്ലോ എന്നുള്ള ഈ മനോഭാവം കൊണ്ട് ശരീരത്തിൻ്റെ അസ്വസ്ഥതയെ വകവെക്കാതെ നമ്മൾ അതിന് പോകും. ആ സിനിമ ആസ്വദിക്കാൻ പറ്റത്തില്ല എന്ന് മാത്രമല്ല, ശാരീരിക അസ്വസ്ഥത കൂടിയിട്ട് വീണ്ടും കൂടുതൽ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. മറ്റൊരു കൂട്ടരുണ്ട്, ഈ ക്വാണ്ടിറ്റി നോക്കാതെ, ആളിൻ്റെ എണ്ണം നോക്കാതെ ധാരാളം ഭക്ഷണം ഹോട്ടലിൽ പോയി ഓർഡർ ചെയ്യും. അവസാനം കഴിച്ചു തീർക്കാൻ പറ്റാതെ വരും. ചെലവാക്കിയ പണം നഷ്ടപ്പെടുമല്ലോ എന്നോർത്ത് വേണ്ടെങ്കിലും മൂക്കറ്റം വാരി കഴിച്ച് പിന്നീട് ശാരീരിക അസ്വാസ്ഥ്യത മൂലം അതിലേറെ പണം ചെലവഴിക്കേണ്ട അവസ്ഥ. ഇതിനൊക്കെ ഒരു ന്യായം പറയാനുള്ള വഴി കൂടിയുണ്ട് കേട്ടോ. ഒരു കാര്യത്തിനിറങ്ങി തിരിച്ചാൽ അവസാനം വരെ പിടിച്ചു നിന്ന് വിജയം നേടിയ ചില മനുഷ്യരുടെയൊക്കെ കഥ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു മനോഭാവത്തെ ന്യായീകരിക്കുന്നത്. എന്നാൽ അവരോർക്കണം, ഇടയ്ക്ക് വെച്ച് നിർത്തിയതുകൊണ്ട് മാത്രം കനത്ത പരാജയങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടവരുടെ ചരിത്രം കൂടി ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. നമ്മുടെ അനുതാപങ്ങളിലും തിരിച്ചുവരവിലുമൊക്കെ ഈ ഒരു മനോഭാവത്തിൻ്റെതായ തലം നമുക്ക് കണ്ടെത്താൻ കഴിയും. ധൂർത്തനായ പുത്രൻ തൻ്റെ വിഹിതവും വാങ്ങിച്ചുകൊണ്ടാണ് ഇറങ്ങിയത്. കൂട്ടുകാർക്കൊപ്പം സഞ്ചരിച്ച് സർവ്വതും നശിപ്പിച്ചു. അത്രത്തോളം പണം മോശപ്പെട്ട ഒരു സൗഹൃദത്തിന് വേണ്ടിയും ജീവിതശൈലിക്കും വേണ്ടി ഞാൻ ചെലവഴിച്ചല്ലോ, അതുകൊണ്ട് എനിക്ക് ആ വഴി വിട്ട് തിരിച്ചു വരാൻ പറ്റില്ല എന്ന് വിചാരിച്ചിരുന്നെങ്കിൽ ധൂർത്തപുത്രന്റെ അവസ്ഥ എന്തായി തീരുമായിരുന്നു? സങ്ക് കോസ്റ്റ് ഫാലസി എന്ന് പറയുന്ന ഒരു മനോഭാവത്തിൽ ജീവിതം ഗുരുതി കഴിക്കാനുള്ളതല്ല. ക്രിയാത്മകവും ഉചിതവുമായ തീരുമാനം എടുക്കുവാൻ തക്കവണ്ണം കഴിയണം. ചിലപ്പോൾ താൽക്കാലിക നഷ്ടമെന്ന് നാം കരുതുന്നത് പിന്നീട് അത് വലിയ വിജയത്തിലേക്കുള്ള വഴിയായി മാറുകയും ചെയ്യാം. ഒരു ചിന്തകൻ കുറിക്കുന്നുണ്ട്, ദ സങ്ക് കോസ്റ്റ് ഫാലസി കീപ്സ് പീപ്പിൾ ഫോർ ടു ലോങ് ഫോർ ജോബ്സ് ആൻഡ് അപ്കമിങ് റിസർച്ച് പ്രോജക്ട്സ്. ചിലരുണ്ട്, അവരുടെ യോഗ്യത അനുസരിച്ച് നല്ല ജോലി കിട്ടേണ്ടതും നല്ല വളർച്ചയിലെത്തേണ്ടതുമാണ്. ഏതെങ്കിലും ഒരു ജോലി കിട്ടിയാൽ അതിൻ്റെ കംഫർട്ട് സോണിനകത്ത് ഇങ്ങനെ കുഴിച്ചു മൂടി അവസാനിപ്പിക്കുന്ന കുറേ പേർ. അവരുടെ മുമ്പിൽ എന്ത് സാധ്യതയാണ് വളർച്ചയ്ക്കുള്ളത്? ഡാനിയൽ കെയ്ൻമാൻ എഴുതുന്നു, വി ക്യാൻ ബി ബ്ലൈൻഡ് ടു ദ ഒബീവിയസ് and we are also blind to our blindness. നമ്മുടെ അന്ധതയ്ക്കുള്ളിൽ വീണ്ടും ഇരുട്ട് സൃഷ്ടിക്കാൻ വേണ്ടി അല്ല നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത്. തക്ക സമയത്ത് തക്കതും ഉചിതവുമായ തീരുമാനമെടുക്കാൻ നമുക്കൊക്കെ കഴിയട്ടെ. സദൃശവാക്യം 18-ാം അധ്യായം 2-ാം വാക്യം, തൻ്റെ മനസ്സ് വെളിപ്പെടുത്തുന്നതിലല്ലാതെ മൂഢന് ബോധത്തിൽ ഇഷ്ടമില്ല. ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിലേക്ക് ഉയർത്താം. കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നണമേ. അവിടുന്ന് ഞങ്ങളെ വഴി നടത്തണമേ. ഈ ജീവിതയാത്രയിൽ തിരുവചനത്തിൻ്റെ വെളിച്ചവും പരിശുദ്ധാത്മജ്ഞാനവും ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ. കർത്താവേ, ഈ ജീവിതത്തിൽ തക്ക സമയത്ത് ഉചിതവും നന്മയുള്ളതുമായ തീരുമാനം ജീവിതത്തെക്കുറിച്ച് കൈക്കൊള്ളുവാൻ ഞങ്ങൾക്കൊക്കെ സാധ്യമാകണമേ. മോശപ്പെട്ട അനുഭവങ്ങളിൽ
ജീവിതം കുരുക്കിയിടാനുള്ളതല്ല. അതിനെ ക്രിയാത്മകമായും സത്യവഴിയിലൂടെയും കൊണ്ടുപോകാനുള്ളതാണ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ എല്ലാം ഭവനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വ്യക്തി ജീവിതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ യൗവനക്കാരെയും കുഞ്ഞുങ്ങളെയും വാർദ്ധക്യത്തിലുള്ളവരെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. യേശുവേ, 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 നിന്റെ കരുണ അവരിലെല്ലാം ചൊരിയണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.